അല്ല, ആരാ ഇത്? ദേ ഒരു വിരുന്നുകാരനുണ്ട്. മുരളിയില്ലേ ഇവിടെ? ആ ഉണ്ട്. മോനകത്തേക്ക് വാ. അല്ല, ഒന്ന് വിളിച്ചാ മതി. അതെന്താ ഞങ്ങളുടെ വീട്ടിൽ കേറില്ലേ? അയ്യോ അതല്ല, ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. സ്കൂളിൽ പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. എന്നാലും അത് ശരിയല്ലല്ലോ മാഷേ. രജനി ചേച്ചിയെ കൂടി ഒന്ന് കൊണ്ടുവരായിരുന്നില്ലേ? വീട്ടുകാരെ എല്ലാവരെയും കൂട്ടി ഒന്ന് വിരുന്നിന് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. വേണ്ടപ്പെട്ടവര് വിവാഹം കഴിക്കുമ്പോ വിരുന്നിന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഇന്നലെയും കൂടി ഞാൻ ഇതോട് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ മോളെ? ആ അതെ. അങ്ങനെ ഔപചാരികമായിട്ട് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതല്ലേ ഉള്ളൂ. ആ ഗിരീഷേട്ടാ, മുരളി നിങ്ങൾ രണ്ടാളും കൊള്ളാലോ. ഗിരീഷേട്ടൻ വന്നിട്ട് മുറ്റത്ത് നിർത്തി സംസാരിക്കേ. രജനി ചേച്ചി അറിഞ്ഞാ നിങ്ങളോടാ ചോദിക്കുക. അതിന് ഞങ്ങള് വിളിച്ചിട്ട് വരണ്ടേ? എന്നാ പിന്നെ മുരളേട്ടൻ തന്നെ വിളിക്ക്. ഗിരീഷേട്ടൻ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, നമുക്ക് ഈ കാറ്റൊക്കെ കൊണ്ട് പുറത്തിരിക്കാം. ഞാൻ മുരളിയോട് കുറിച്ച് സംസാരിക്കാനാ വന്നത്. അമ്മേ, ഗിരീഷേട്ടൻ ചായ എടുക്ക. അയ്യോ ഒന്നും വേണ്ട. ഏയ് അത് പറ്റില്ല. ഗിരീഷേട്ടൻ ഒരു തരത്തിൽ നോക്കിയാലേ ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരനും കൂടിയാ. എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാൻ പറ്റൂ. നിങ്ങൾ സംസാരിക്കേ, അപ്പോഴേക്കും ഞങ്ങൾ ചായ എടുക്കാം. വാ മോളെ. എന്താ ഗിരീഷേട്ട സംസാരിക്കാനുള്ള? മുരളി, ചന്ദ്രോത്ത് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുരളിക്ക്? രജനിയാകെ വിഷമത്തില. ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കി, പക്ഷേ അറിയാലോ, സ്വന്തം അച്ഛനെ കുറിച്ച് ഈ രീതിയിൽ അപവാദങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റൂ. തനൂജ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആരാണെന്ന് സിദ്ധുവങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്കിൾ ഒരിക്കലും തെറ്റായ വഴിക്ക് പോകുന്ന ഒരാളൊന്നുമല്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രഭയാന്റെ അത് ക്ഷമിക്കാനും തയ്യാറാണ്. പക്ഷേ നന്ദനാകെ ദേഷ്യത്തില്. എനിക്കും അതിലേ ഉള്ളൂ കൂടുതൽ വിഷമം. നന്ദനും സാറും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ വളരെയധികം അസൂയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു അച്ഛൻ മകൻ ബന്ധം ഞാൻ മറ്റൊരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം ഒന്ന് തകിടം പറഞ്ഞു. അവരിപ്പോ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. അവരുടെ ശത്രുത എങ്ങനെയെങ്കിലും മാറ്റണം, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാനത്ര വിഷമിക്കുന്നില്ല. പക്ഷേ നന്ദനും സാറും തമ്മിലുള്ള അകൽച്ച അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദൻ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്കിളുമായിട്ട് അകന്നു കഴിഞ്ഞു. ഞാനൊരു മാർഗം പറയട്ടെ. എന്താ? അങ്കിളിനോട് ഗിരീഷേട്ടൻ തന്നെ ഒന്ന് സംസാരിച്ചു നോക്ക്. അല്ല, എന്താ പ്രശ്നങ്ങളൊന്നും അന്വേഷിച്ചു നോക്ക്. അല്ല, മകളുടെ ഭർത്താവ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു വില തരും. ഏയ് ഇല്ല, ഞാൻ ചോദിക്കില്ല. സാറെന്നല്ല മറ്റാരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലില്ല. ഞാനിപ്പോ വന്നത് നന്ദന്റെ സാറിന്റെ ഇടയിലുള്ള മഞ്ഞൊരുക്കാനാണ്. അവരെ ഇനി മാറ്റി നിർത്തിക്കൂടാ. ഇനിയും മാറി നിന്നാ ഒരിക്കലും ചേരാത്ത വിധത്തിൽ അവരകന്നകന്നു പോവും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. മുരളി, ചായ എടുത്ത് വെച്ചു വാ. ഗിരീഷേട്ടൻ വാ, ചായ കുടിക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.